ട്രിഗണോമെട്രിക് ഫംഗ്ഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലെ പ്രോബ്ലംസ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. യു എന്നുള്ളത് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ്, അങ്ങനെയാണെങ്കിൽ സൈൻ യു എന്നുള്ളത് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആയിരിക്കുമെന്നും ചെയിൻ റൂൾ പ്രകാരം സൈൻ യുവിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ്, അതായത് ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ യു എന്നുള്ളത് കോസ് യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് ആണെന്നും നമ്മൾ പ്രീവിയസ് സെമിസ്റ്ററിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിന്നും കോസ് യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണ് സൈൻ യു എന്ന് കിട്ടും. സൈൻ യുവിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യുമ്പോൾ യു എന്നുള്ളൊരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണെങ്കിൽ നമുക്ക് കഴിഞ്ഞ സെമ്മിലെ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് കോസ് യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സ് എന്ന് കിട്ടും. സോ കോസ് യു ഇൻറ്റു ഡി യു ബൈ ഡി എക്സിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് ആണ് സൈൻ യു. സോ ഇൻ്റഗ്രൽ ഓഫ് കോസ് യു ഡി യു ബൈ ഡി എക്സ് ഈക്വൽ ടു സൈൻ യു പ്ലസ് സി. നമുക്കറിയാം സ്മോൾ എഫ് ഓഫ് എക്സിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണ് ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നുണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ഓഫ് എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് പ്ലസ് സി. ക്യാപിറ്റൽ എഫ് ഓഫ് എക്സ് എന്നുള്ളത് സ്മോൾ എഫ് ഓഫ് എക്സിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് ആണെങ്കിൽ, അപ്പോൾ ആ റൂൾ പ്രകാരമാണ് നമുക്കിത് കിട്ടിയത്. ഇതിനെ ഡിഫറൻഷ്യൽ നൊട്ടേഷനിലാക്കുമ്പോൾ ഡിയും അതുപോലെ ഡി എക്സ് ഒക്കെയും ഡിഫറൻഷ്യൽസ് ആയിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ഡി എക്സ് ക്യാൻസൽ ചെയ്യുന്നൊരു സിറ്റുവേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ ഇതിനെ ഡിഫറൻഷ്യൽ നൊട്ടേഷനിലാക്കുമ്പോൾ നമുക്ക് ഇൻ്റഗ്രേഷനിലെ ഈ ഒരു റൂൾ കിട്ടും. ഇൻ്റഗ്രൽ ഓഫ് കോസ് യു ഡി യു ഈക്വൽ ടു സൈൻ യു പ്ലസ് സി. സോ ഇതാണ് നമ്മൾ ഫോളോ ചെയ്യുന്ന റൂള്. ഈ നൊട്ടേഷനാണ് ഉപയോഗിക്കുന്നത്. ഇതേപോലെ തന്നെ ബാക്കി 6 ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെയും റൂളുകൾ ഇവിടെ തന്നിട്ടുണ്ട്. നമുക്കറിയാം ഇതേപോലെ തന്നെ ഇൻ്റഗ്രൽ സൈൻ എക്സ് ഡി എക്സ് എന്നുള്ളത് മൈനസ് കോസ് എക്സ് പ്ലസ് സി. അപ്പം അതുപോലെ ഓർത്തിരുന്നാൽ മതി. ഇൻ്റഗ്രൽ കോസ് എക്സ് ഡി എക്സ് എന്നുള്ളത് സൈൻ എക്സ് പ്ലസ് സി. സോ വ്യത്യാസമൊന്നുമില്ല. ഇപ്പോൾ ഇവിടെ ഒരു കേസ് ഉണ്ട്, യു എന്നുള്ളത് ഒരു ഡിഫറൻഷ്യബിൾ ഫംഗ്ഷൻ ഓഫ് എക്സ് ആണ്. നമുക്ക് ഓർത്തിരിക്കാനുള്ളൊരു ഐഡിയ പറഞ്ഞു എന്ന് മാത്രം. ഇതേപോലെ നമുക്ക് 5 റൂളും കൂടി ഉണ്ട്. ഇൻ്റഗ്രൽ സൈൻ യു ഡി യു ഈക്വൽ ടു മൈനസ് കോസ് യു പ്ലസ് സി. ഇൻ്റഗ്രൽ സീക് സ്ക്വയർ യു ഡി യു ഈക്വൽ ടു ടാൻ യു പ്ലസ് സി. ഇൻ്റഗ്രൽ സീക് യു ടാൻ യു ഡി യു ഈക്വൽ ടു സീക് യു പ്ലസ് സി. ഇൻ്റഗ്രൽ കൊസീക് സ്ക്വയർ യു ഡി യു ഈക്വൽ ടു മൈനസ് കോട്ട് യു പ്ലസ് സി. ഇൻ്റഗ്രൽ കൊസീക് യു കോട്ട് യു ഡി യു ഈക്വൽ ടു മൈനസ് കൊസീക് യു പ്ലസ് സി. അപ്പോൾ ഈ 6 റൂളുകളും യൂസ് ചെയ്യുന്ന പ്രോബ്ലംസ് നമുക്ക് ചെയ്യാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ കോസ് 7 തീറ്റ പ്ലസ് 5 ഡി തീറ്റ. അപ്പോൾ ഇവിടുത്തെ പാരാമീറ്റർ തീറ്റയാണ്. ഇവിടെ കോസ് തീറ്റയ്ക്ക് പകരം 7 തീറ്റ പ്ലസ് 5 ആണ്. സോ നമ്മൾ യു എന്നുള്ള ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ 7 തീറ്റ പ്ലസ് 5ന് യു എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ പ്രീവിയസ് ക്ലാസ്സിൽ ചെയ്ത പോലെ തന്നെ ഇതിൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ കാണുമ്പോൾ ഡി യു ബൈ ഡി തീറ്റ കാണുമ്പോൾ 7 ഇൻറ്റു തീറ്റയുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റ 1 ആണ്, 5ൻ്റെ 0. സോ 7 എന്ന് കിട്ടും. നമുക്കിവിടെ ഡി തീറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇതിൽ നിന്നും ഡി തീറ്റ എന്നുള്ളത് ഡി യു ബൈ 7 എന്ന് കിട്ടും. അപ്പോൾ 7 തീറ്റ പ്ലസ് 5ന് പകരം യു, ഡി തീറ്റയ്ക്ക് പകരം ഡി യു ബൈ 7 ഇത്രയും റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ബൈ 7 നമ്മൾ നോർമലി പുറത്താണ് എഴുതാറ്. 1/7 കോസ് യു ഡി യു. ദെൻ ഇൻ്റഗ്രൽ കോസ് യു ഡി യു എന്നുള്ളത് നമ്മൾ ആദ്യത്തെ റൂള് സൈൻ യു പ്ലസ് സി. ഓക്കെ, നമ്മൾ ആദ്യം പറഞ്ഞ റൂള്. അപ്പോൾ അത് പ്രകാരം ഇതിങ്ങനെ കിട്ടി. ഇൻ്റഗ്രൽ കോസ് യു ഡി യുവിന് പകരം സൈൻ യു പ്ലസ് സി ഒരു 1/7 ഉണ്ടായിരുന്നു. ഇനി യുവിന് പകരം ഇത് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ 1/7 സൈൻ 7 തീറ്റ പ്ലസ് 5 പ്ലസ് സി. ഇത്രയും ചെയ്താലാണ് ഇത് കംപ്ലീറ്റ് ആവുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇൻ്റഗ്രൽ ഓഫ് എക്സ് സ്ക്വയർ ഇൻറ്റു സൈൻ ഓഫ് എക്സ് ക്യൂബ് ഡി എക്സ്. നമുക്കറിയാം എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് 3x² ആണ്. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എക്സ് ക്യൂബിന് നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കാവുന്നതാണ്. യു എന്നുള്ളത് എക്സ് ക്യൂബായിട്ട് എടുക്കുന്നു. അപ്പോൾ അതിൽ നിന്നും ഡി യു ബൈ ഡി എക്സ് 3x². നമുക്കിവിടെ ഉള്ളത് x² dx ആണ്. അപ്പോൾ ഇതിൽ നിന്നും x² dxന് പകരം
du/3 എന്ന് കിട്ടും. x² dxന് പകരം du/3. അപ്പോൾ ഇത്രയും റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ du/3യിലത്തെ 1/3 പുറത്തുണ്ട്. x² dxന് പകരമാണ് നമുക്ക് du/3. അപ്പോൾ നമുക്കിനി വേറെ x² പറ്റി ആലോചിക്കേണ്ട. സൈൻ x³ പകരം u du. ഇനി ഇൻ്റഗ്രൽ സൈൻ u എന്നുള്ളത് മൈനസ് കോസ് u ആണ്. സോ മൈനസ് ഉണ്ട് 1/3 കോസ് u du. ഇനി യുവിന് പകരം നമുക്ക് x³ എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കാം. കോസ് ഓഫ് x³ പ്ലസ് സി. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1/cos² d. നമുക്കറിയാം 1/cos θ എന്നുള്ളത് sec θ ആണ്. സോ 1/cos² 2θ എന്നുള്ളത് sec² 2θ d. ഇൻ്റഗ്രൽ sec² 2θ d. ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. ഒന്ന് വേറെ രീതിയിൽ തന്നു എന്ന് മാത്രം. ഓക്കെ, നമുക്ക് sec² x-ൻ്റെ ഇൻ്റഗ്രൽ അറിയാം. sec² u-ൻ്റെ ഇൻ്റഗ്രൽ ഇപ്പോൾ ചെയിൻ റൂളിൽ പഠിച്ചു, സബ്സ്റ്റിറ്റ്യൂഷൻ റൂളിൽ പഠിച്ചു. അപ്പോൾ ഇവിടെ തീറ്റയ്ക്ക് പകരം ഇവിടെ പാരാമീറ്റർ തീറ്റയാണ്. തീറ്റയ്ക്ക് പകരം അവിടെ 2θ ആണ്. അപ്പോൾ u എന്നുള്ളത് 2θ എടുക്കുന്നു. du/d നമുക്ക് 2θയുടെ 2 എന്ന് കിട്ടും. നമുക്കിവിടെ തീറ്റ മാത്രമേ ഉള്ളൂ. അപ്പോൾ അതിൽ നിന്നും du/2 എന്നുള്ളത് d എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ 1/2 ഇൻ്റഗ്രൽ sec² 2θയ്ക്ക് പകരം u du. 1/2 ഇൻ്റഗ്രൽ sec² u എന്നുള്ളത് tan u. നമ്മുടെ മൂന്നാമത്തെ റൂള്. ഇൻ്റഗ്രൽ sec² u du എന്നുള്ളത് tan u പ്ലസ് സി. അപ്പോൾ ആ റൂൾ ഇവിടെ അപ്ലൈ ചെയ്യുക. tan u പ്ലസ് സി. ഇനി യുവിന് പകരം നമുക്ക് 2θ എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കണം. tan 2θ പ്ലസ് സി. ഇതാണ് ഇതിൻ്റെ ആൻസർ. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 1/x² cos 1/x dx. അപ്പോൾ നമ്മളൊരു കാര്യം ആദ്യം ശ്രദ്ധിക്കുക. 1/xൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എക്സ് മൈനസ് 1/x² ആണ്. ഇവിടെ നമുക്ക് 1/x² ഉണ്ട്. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ 1/xനാണ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുന്നത്. u എന്നുള്ളത് 1/x എന്ന് കൊടുക്കുന്നു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ du/dx നേരത്തെ പറഞ്ഞതുപോലെ മൈനസ് 1/x². നമുക്കിവിടെ 1/x² dx ഉണ്ട്. അപ്പോൾ 1/x² dx, ഈ dx ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് അങ്ങോട്ട് പോകുക. അപ്പോൾ മൈനസ് du എന്ന് കിട്ടും. സോ ഇൻ്റഗ്രേഷൻ്റെ പുറത്ത് ഈ മൈനസ് ഇട്ടിട്ടുണ്ട്. 1/x² dxന് പകരമാണ് നമുക്ക് മൈനസ് du. സോ കോസ് 1/xന് പകരം ഇവിടെ കോസ് u ദെൻ du. മൈനസ് ഇവിടെ ഓൾറെഡി ഇട്ടിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഈക്വൽ ടു ഞാൻ അതിന് കൊടുക്കുന്നു. ഓക്കെ, ദെൻ ഇൻ്റഗ്രൽ കോസ് u, നമ്മുടെ ആദ്യത്തെ റൂള് സൈൻ u ആണ്. ഓൾറെഡി മൈനസ് ഉള്ളത് കൊണ്ട് മൈനസ് ആവുന്നു. പ്ലസ് സി. ഇനി യുവിന് പകരം 1/x എന്ന് റീപ്ലേസ് ചെയ്ത് കൊടുക്കുക. പ്ലസ് സി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ √cot y ഇൻറ്റു cosec² y dy. ഇവിടെ പാരാമീറ്റർ y ആണ്. ഇനി നോക്കാം. ഇവിടെ റൂട്ടിൻ്റെ ഉള്ളിലുള്ള ആൾ cot y ആണ്. cot x-ൻ്റെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു x എന്നുള്ളത് മൈനസ് cosec² x ആണ്. അപ്പോൾ cot y-യുടെ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു y, ഇവിടെ പാരാമീറ്റർ y ആണ്, വേരിയബിൾ y ആണ്. അപ്പോൾ മൈനസ് cosec² y. നമുക്കിവിടെ cosec² y ഉണ്ട്. അപ്പോൾ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കേണ്ടത് cot y-ക്കാണ്. du/dy ആണ്. അപ്പോൾ നമുക്ക് മൈനസ് cosec² y എന്ന് കിട്ടും. ഇവിടെ cosec² y dy ഉണ്ട്. സോ cosec² y dy പകരം മൈനസ് du. അപ്പോൾ ഈ കാര്യങ്ങൾ അവിടെ റീപ്ലേസ് ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ ക്വസ്റ്റ്യൻ i ഈക്വൽ ടു, ഇനി ഞാൻ അതിന് കൊടുക്കുന്നു, മൈനസ് പുറത്തിട്ടു, റൂട്ട്
കോട്ട് വൈക്ക് പകരം റൂട്ട് യു, ദെൻ കൊസീക് സ്ക്വയർ വൈ ഡി വൈക്ക് പകരം കൊസീക് സ്ക്വയർ വൈ ഡി വൈക്ക് പകരം മൈനസ് ഡി യു ആണ്, മൈനസ് ഓൾറെഡി പുറത്തുണ്ട്, സോ ഇങ്ങനെ കിട്ടും. ഇനി ഇതിനൊന്ന് രൂപം മാറ്റാം, യു റേസ് ടു 1/2 ഡി യു, യു റേസ് ടു 1/2ൻ്റെ ഇൻ്റഗ്രൽ വിത്ത് റെസ്പെക്ട് ടു യു. നമുക്കറിയാം എക്സ് റേസ് ടു 1/2 ഇൻ്റഗ്രൽ എക്സ് റേസ് ടു 1/2 ഡി എക്സ്, എക്സ് റേസ് ടു എന്നിൻ്റെ എക്സ് റേസ് ടു n + 1, സോ 1/2 + 1 ഡിവൈഡഡ് ബൈ 1/2 + 1 പ്ലസ് സി. അത് തന്നെ ഇവിടെയും യു റേസ് ടു 1/2 + 1 ഡിവൈഡഡ് ബൈ 1/2 + 1 പ്ലസ് സി. 1/2 + 1 3/2 ആണ്, സോ യു റേസ് ടു 3/2 ബൈ 3/2 പ്ലസ് സി. സോ ഇതിനെ മാറ്റി -2/3, 1/3/2 എന്നുള്ളത് 2/3 ആണ്, ഓൾറെഡി മൈനസ് ഉണ്ട്, യു റേസ് ടു 3/2 പ്ലസ് സി. ഇനി യുവിന് പകരം -2/3, യുവിന് പകരം കോട്ട് വൈ, സോ കോട്ട് വൈ റേസ് ടു 3/2 പ്ലസ് സി. സ്റ്റാൻഡേർഡ് നൊട്ടേഷനിലേക്ക് ആക്കുമ്പോൾ നമ്മളിങ്ങനെയാണ് എഴുതാറ്, കോട്ട് 3/2y പ്ലസ് സി. അങ്ങനെ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ വെച്ച് നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, ഇങ്ങനെയാണ് ട്രിഗണോമെട്രിക് ഫങ്ഷൻസ് ഇൻവോൾവ് ചെയ്യുന്ന സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡിലെ പ്രോബ്ലംസ് ചെയ്യേണ്ടത്.